ഹേ ഗൈസ്, ഇന്നൊരു ഗുരുവായൂർ വ്ളോഗാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആൻഡ് ഞാനും എൻ്റെ അമ്മയും കൂടെയാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. ഞാൻ വന്നപ്പോൾ തന്നെ പുള്ളിക്കാരത്തി അവിടെ ഫ്ലാറ്റായി ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് കുളിച്ച് റെഡി ആവാമെന്ന്. എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ കുറച്ചൊക്കെ ഞാൻ എടുത്തു. ഐ ഷാഡോ വെച്ച ഐബ്രോസ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഔട്ട്ഫിറ്റ് ബാക്കിയുണ്ട്, ബാക്കി തുണി അവിടെ ഉണ്ട്, ഇതല്ല. Then I'm going to put some lipstick on, and ഇതാണ് ഒരു കോംബോ that I always use. വേറെയും കുറേ ഉണ്ട്, അത് സീക്രട്ടായി. തൽക്കാലം ഇത് മതി. ഇങ്ങനെയല്ല, കുറച്ചുകൂടി ശരിയാവാനുണ്ട്. ഇതിൽ ഞാനൊരു ലിക്വിഡ് വിട്ടു. ഇനി ഒരു ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് വരാതിരിക്കാൻ I just tap it with a tissue paper. Then just drawing on my lip liner again. ഹൈലൈറ്ററൊക്കെ ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഐ ഷാഡോ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാത്തിനും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മാല ഇടാം. മാല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിരിക്കുവാണ്. ഇതൊക്കെ എവിടെ നിന്നോ എടുത്തു കൊടുത്ത മാലയാണ്, എടുത്ത് കൊണ്ടുവന്ന മാലയാണ്. അത് കഴിഞ്ഞിട്ട് കമ്മൽ. ഐ തിങ്ക് ഐ ഹാവ് 2 ചോയ്സസ് ഹിയർ. ദിസ് വൺ ആൻഡ് ദ അതർ വൺ ഈസ് ബ്ലൂ ഇൻ കളർ. അപ്പം ഞാൻ ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ എടുത്തതാണ്. ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ഐ വെയർ ഇറ്റ്. ഇതും, ബട്ട് ഐ തിങ്ക് ഐ വിൽ ഗോ വിത്ത് ദിസ് വൺ. എനിക്കിതാണ് കുറച്ചുകൂടി ചേരുന്നതെന്ന് തോന്നിയത്. അപ്പോൾ നമുക്ക് ഇതിടാം. പിന്നെ പൊട്ട് നിർബന്ധമാണ്. സോ ഐ ജസ്റ്റ് പുട്ട് എ ബിന്ദി ആസ് വെൽ. ഇനി മുടിയൊക്കെ അഴിച്ചിട്ട് കുറച്ച് നേരം ഇതിനകത്ത് നോക്കി എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ഇതിൻ്റെ ബാക്കി തുണി എടുക്കുമോ? തുണി വന്നു. ഇതിനി എങ്ങനെയെങ്കിലും കെട്ടിച്ചിട്ടണം. അമ്മ ദേ അവിടെ ബാക്കിൽ റെഡി ആവുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം എന്നെ സഹായിക്കുകയും ചെയ്തു ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ അത് വർക്കൗട്ട് ആവുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തി അങ്ങോട്ട് പോയി. ഇത് എന്തൊക്കെയോ ചെയ്തുണ്ടാക്കിയ ഫൈനൽ ഔട്ട്ഫിറ്റ് ചെക്കാണ്. ഇതെന്തൊക്കെയോ ആയിട്ടുണ്ട്, വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ ലോകസുന്ദരിയായതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. ഇതേ അമ്മ ഇവിടെ വന്നിട്ട് പൈസയൊക്കെ എണ്ണി പറക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് ചിലവാകും, അത് വേറെ കാര്യം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇത് ഈസ്റ്റ് നടയുടെ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് നടക്കുവാണ്. ഇനി ഇത് ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ്. അപ്പോൾ ചപ്പലും ഫോണൊക്കെ ഇവിടെ കൊടുത്തിട്ട് തൊഴുതിട്ട് വരാം. ഇതേ തൊഴുത് കഴിഞ്ഞു. ചന്ദനൊക്കെ കുറിയൊക്കെ തൊട്ട് വന്നു. പുള്ളിയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കണ്ടറിഞ്ഞ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇന്ന് കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് ലെസ് ക്രൗഡഡ് ഹിയർ. സാധാരണ ഭയങ്കര തിരക്കായിരിക്കും, ഇന്ന് അത്രയ്ക്കും ഇല്ല. ഇനി ഇവിടെ അവിടെയൊക്കെ നിന്ന് ഇത്തിരി ഫോട്ടോ ഒക്കെ എടുത്ത് 2-3 ആൾക്കാരെയൊക്കെ കാണിച്ച് ഇവിടെ അതൊരു കുട്ടിക്കൃഷ്ണനെ കെട്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. ഇനി പ്രസാദമൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്നു. എന്നിട്ട് പാൽപ്പായസം, വെണ്ണയും പഴമൊക്കെ മേടിച്ചു. കുറച്ച് നേരം പിന്നെ ഈ ഡാൻസും കണ്ടിരുന്നു. പിന്നെ there comes my favorite part of the day, which is food. ഇവിടെ എവിടെയും ഭക്ഷണം കിട്ടാനില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എനിക്ക് നെയ് റോസ്റ്റ് വേണമായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫ്രൈഡ് റൈസും പനീർ ബട്ടർ മസാലയും.
പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി ഷോപ്പിംഗ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതേ അടുത്തുള്ള കടയിൽ നിന്ന് സെറ്റ് മുണ്ട് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ വിഷുവൊക്കെ വരുന്നതുകൊണ്ട് കണിക്ക് വയ്ക്കാൻ കുറച്ച് സാധനങ്ങൾ അങ്ങനെയൊക്കെ കുറേ മേടിച്ചു. പകുതി ആയപ്പോൾ എനിക്ക് മടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ഡ്രസ്സൊക്കെ മാറ്റിയേക്കാൻ ഇനി മതിയായി എനിക്ക്. Changed into this and I'm going to remove my makeup. She's sitting there. I'm tired. നാളെ ചിലപ്പം 3 മണിക്ക് നിർമ്മാല്യം തൊഴാൻ പോകും. അപ്പോൾ ചിലപ്പോൾ അതിന് വേണ്ടി എണീക്കും. സോ അങ്ങനെയാണെങ്കിൽ നേരത്തെ കിടക്കും. അല്ലെങ്കിൽ I don't know what I'll do because there's nothing to do here. ടി വി എല്ലാം കാണായിരിക്കും. എന്നിട്ട് probably will sleep. Before that we have to remove our makeup. Now my face is washed. So ഇനി ഇച്ചിരി മോയ്സ്ചറൈസർ ഇടാം. വേറൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, വേറൊന്നും ഞാൻ ചെയ്യാറില്ല. മോയ്സ്ചറൈസർ ഇടും, എന്നിട്ട് ഇച്ചിരി ലിപ് ബാം ഇടും. അത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ റൂട്ടീൻ. കൂടുതൽ ഞാൻ കെയർ ചെയ്ത് കഴിഞ്ഞാൽ മൈ സ്കിൻ ഡസൻ കെയർ. സോ ഞാൻ കൂടുതലൊന്നും ചെയ്യാറില്ല. ലിപ് ബാം ഈസ് ഫ്രം ഹൈഫൻ. Is that how you pronounce it? I don't know. It's Kriti Sunans and I really like it. ഇത് ഭയങ്കര it's like butter. It's very smooth and ഗുളു ഗുളു എന്ന് പറഞ്ഞിരിക്കും. പിന്നെ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം കുടിച്ചില്ലായിരുന്നു. അപ്പോൾ കിടക്കുന്നതിൻ്റെ മുന്നേ ഐ തോട്ട് ഓഫ് ഡ്രിങ്കിങ് ദാറ്റ്. ഇറ്റ്സ് സോ യമ്മി. ഞാൻ ഉറങ്ങും ഗൈസ്. സോ ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ. രാവിലെ തന്നെ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ബിക്കോസ് വേറെ ഒന്നും എടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. ബിക്കോസ് ഐ എം ഗ്രംപി ഇൻ ദ മോർണിംഗ്. ബിക്കോസ് ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് അത് പുടണ കുർത്ത, കുറച്ച് വളയൊക്കെ ഇട്ടു. പിന്നെ put on some ജുംകാസ്, ലിപ്സ്റ്റിക് ഇടുന്നു, പൊട്ട് തൊട്ടു. നിർമ്മലിയൊന്നും തൊഴാൻ പറ്റിയില്ല. ഇപ്പം എണീറ്റതേ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഫിറ്റ് ചെക്ക് മറക്കാൻ പറ്റില്ല എന്തുണ്ടായാലും. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കണ്ണെഴുതി കൊടുത്തു. കഴിവില്ലാത്തവരെ എന്ത് ചെയ്യാനാ, സഹായിച്ചല്ലേ പറ്റൂ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാൽ താങ്ക് യു പറയും. താങ്ക് യു കണ്ണ. അപ്പോൾ കേട്ടല്ലോ, ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇട്ടേക്ക്. നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ കയറി. ഇന്ന് എനിക്ക് നെയ്റോസ്റ്റ് കിട്ടി കേട്ടോ. അതൊന്നും കാണിക്കാൻ പറ്റില്ല. എൻ്റെ ആ ആക്രാന്തത്തിൽ ഞാനതൊക്കെ കഴിച്ചു പോയി. നമ്മൾ തൊഴുതിറങ്ങി വന്നു പുറത്തോട്ട്. ഇന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതിനെന്താ പറയുന്നത്, സംഗീതമേളമൊന്നും ഇത് കണ്ടു. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ ഒരു ഇച്ചിരി നേരം കറങ്ങിയിട്ട് ഞങ്ങൾ റൂമിൽ പോയി ചെക്കൗട്ട് ചെയ്തു. ബാക്കിയൊന്നും എടുക്കാനുള്ള മൂഡ് എനിക്കുണ്ടായില്ല. പിന്നെ തിരിച്ചെത്തിയപ്പോൾ ഒരു ജ്യൂസും സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. കുറേ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു ദിവസത്തിൽ ഒരു 20 വട്ടം എനിക്ക് മൂഡ് സ്വിങ്സ് വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാം എനിക്ക് എടുക്കാനുള്ള മൂഡും ഉണ്ടാവില്ല. അപ്പോൾ ഉള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.